ഏറ്റവും സ്നേഹമുള്ളവരെ, ഊട്ടിയിൽ സിംസ് പാർക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓക്ക് ട്രീയുടെ അരികിൽ വന്നപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന അബ്രാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് കൊരുത്തു വന്നത്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അങ്ങനെ ഒരു അനുഗ്രഹമായി മാറും. അപ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാനായിട്ടാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അബ്രാഹം കടും വേനൽക്കാലത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. അബ്രാഹം ആ അവസരത്തിൽ ഓക്കുമര ചുവട്ടിലിരിക്കുക. 3 ഗസ്റ്റുകൾ അബ്രാഹത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നു. ആ അവസരത്തിൽ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മനോഹരമായ, നല്ല സമൃദ്ധമായ, രുചിഷ്ടമായ ഭക്ഷണമുണ്ടാക്കി വീട്ടിലെ കാളയെ കൊന്നു. അവർക്കതെല്ലാം വെച്ച് വിളമ്പി. അബ്രാഹത്തിന് ആ നിമിഷം അറിയില്ലായിരുന്നു ആ 3 പേര് വന്നത് ദൈവത്തിൽ നിന്ന് വന്ന ദൈവദൂതന്മാരാണെന്ന്. പിന്നീട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്നതിന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അബ്രാഹത്തെ അനുഗ്രഹിക്കാൻ വിളിക്കുക മാത്രമല്ല, ത്രിത്വൈക ദൈവ അനുഭവം നൽകുകയും ചെയ്യുകയാണ്. ഈ ത്രിത്വൈക അനുഭവം എന്ന് പറയുന്നത് മിസ്റ്റിസിസമാണ്. പിതാവിനെ കാണാൻ സാധിക്കുക, പുത്രനായ ദൈവത്തെ കാണാൻ സാധിക്കുക, പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കുക. ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ഇത് ലഭിക്കുകയുള്ള ലാസോട്ട എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ത്രിത്വൈക ദൈവ അനുഭവം, ഇറ്റ് ഈസ് എ മിസ്റ്റിക് എക്സ്പീരിയൻസ്. ആ മിസ്റ്റിക് എക്സ്പീരിയൻസിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുന്നതാണ്. എല്ലാവരും ഈ ഓക്കുമരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ത്രിത്വൈക ദൈവ അനുഭവത്തെക്കുറിച്ച് ഓർക്കാം, അബ്രാഹത്തെക്കുറിച്ച് ഓർക്കാം. ഹല്ലേലൂയ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവവചനത്തിൽ വളരാം, ദൈവമക്കളെ വളർത്താം. ദൈവമേ നന്ദി.